ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഹോളി ലാൻഡ് ലാർക്ക് M2 എന്ന് പറയുന്നൊരു മൈക്രോഫോണുമായിട്ടാണ്. ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളുമാണ്. ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ ക്രിയേറ്റേഴ്സും യൂസ് ചെയ്യുന്ന ഒരു മൈക്രോഫോണാണിത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നതെന്ന് ഉള്ളത് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ഫസ്റ്റ് അൺബോക്സിങ്ങും കാര്യങ്ങളും നോക്കാം. ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്തതാണ്. ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്യാൻ നേരത്ത് നമുക്ക് ഇതിൽ യൂസർ മാനുവലും പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സംഭവം ഇതിനുള്ളിൽ ഇത് യൂസർ മാനുവലിനകത്ത് കുറേ സംഭവങ്ങൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വരുന്ന സാധനങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ രണ്ടാമത് ഇതിനകത്ത് VR4U അടിപൊളി ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മൈക്രോഫോണിൽ സ്റ്റിക്ക് ചെയ്യാനായിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നുള്ളത് യൂസർ മാനുവൽ ആൻഡ് വാറണ്ടി കാർഡാണെന്ന് തോന്നുന്നു. സംഭവം ഇങ്ങോട്ട് വെക്കാം. നെക്സ്റ്റ് വരുന്നത് ഇതാണ്. ഇതിൻ്റെ ഫോണിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇത് ആൻഡ്രോയിഡ് കണക്ട് ചെയ്യുന്നതാണ്. USB-C ആണ്. അപ്പോൾ ഇത് ഇവിടോട്ട് വെക്കാം. ഇതാണ് നമ്മുടെ ആ ഒരു മൈക്രോഫോൺ. ഇതല്ല മൈക്രോഫോൺ, ഇതിനുള്ളിലാണ് ആ ഒരു മൈക്രോഫോൺ. ഇത് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓൾറെഡി ഞാൻ ഒരെണ്ണം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു ബട്ടൺ സൈസ് മാത്രമേ വരുന്നുള്ളൂ, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഇതാണ് ആ ഒരു മൈക്രോഫോൺ, കണ്ടല്ലോ. ഇവിടെ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് USB-Cയുടെ ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ചാർജ് എത്ര ഉണ്ടെന്ന് അറിയാനായിട്ട് വേണ്ടിയിട്ട് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പം 3 പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു മൈക്രോഫോൺ, കണ്ടോ. ജസ്റ്റ് ഒരു ബട്ടൺ സൈസ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇത് വളരെ ഈസി ആയിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇതിനകത്ത് മാഗ്നറ്റ് വരുന്നത് കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ രണ്ടാമത് ഇതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിലിട്ടാൽ മതി, ഇത് ചാർജ് ആവും. ജസ്റ്റ് ഇട്ടാൽ മാത്രം മതി, വളരെ ഈസി ആയിട്ട് ചാർജ് ആവും. ഇതെന്ന് പറയുന്നത് നമ്മുടെ ക്യാമറയിൽ കണക്ട് ചെയ്യാനുള്ള സാധനമാണ്. ഇത് ഗെയിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഇതാണ്. നമുക്കിത് ക്യാമറയിലും ഐഫോണിലും ആൻഡ്രോയിഡിലും കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഈ സെയിം സാധനം തന്നെയാണ് നമ്മൾ ആൻഡ്രോയിഡിലും ഐഫോണിലും കണക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഐഫോൺ ഇപ്പം 15 സീരീസ് തൊട്ടോ അങ്ങാണ്ട് USB-C അല്ലേ. അപ്പം ഇത് ഐഫോണിൽ കണക്ട് ചെയ്യാം. അല്ലാത്ത USB-C നമുക്ക് ആൻഡ്രോയിഡിലും കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ഇതാണ്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് നിങ്ങൾ ഈ ഒരു മൈക്ക് ഊരിയെടുത്ത് കണക്ട് ചെയ്താൽ മാത്രം മതി, ഇത് ഓണാവും. പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിം സാധനം തന്നെ ലൈറ്റ്നിങ് പോർട്ട് വരുന്നുണ്ട്. അത് നമുക്ക് വേറെ 11 Pro 12 Pro അങ്ങനെ തുടങ്ങി ലൈറ്റ്നിങ് പോർട്ടുള്ളതിനകത്ത് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓൾറെഡി ഞാൻ ഒരെണ്ണം കണക്ട് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഐഫോണിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. 11 Pro ആണ്. അപ്പം അതിൻ്റെ മൈക്ക് ക്വാളിറ്റി നിങ്ങൾക്ക് ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ഈ ഒരു മൈക്ക് യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ മൈക്ക് ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ ബോക്സിൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൗച്ച് വരുന്നുണ്ട്. നമുക്കിത് ക്യാരി ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റിയൊരു പൗച്ച് അവർ തന്നിട്ടുണ്ട്. ഇതിനുള്ളിലായിട്ട് എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ഫസ്റ്റ് തന്നെ നോക്കാം. ഇതൊരു ഓക്സ് കേബിളാണ്. ഈ ഓക്സ് കേബിള് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ക്യാമറയിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇവിടെ ആയിട്ട് ഓക്സ് കണക്ട് ചെയ്യാനുള്ളൊരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പോർട്ട് കണക്ട് ചെയ്ത് ഈ ഒരു പോർട്ട് ക്യാമറയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈക്ക് ക്യാമറയിൽ കണക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 മാല വരുന്നുണ്ട്, ഒരു ചാർജിങ് കേബിൾ വരുന്നുണ്ട്. ഈ ഒരു മാല നമുക്ക് യൂസ് ചെയ്ത് നമ്മൾ ഈസി ആയിട്ട് നമുക്ക് ഇത് അഴിച്ചെടുക്കണം, എങ്കിലേ പറ്റൂ. കാണിക്കാൻ ഫസ്റ്റ് ഇത് അഴിച്ചെടുക്കാനല്ലേ ബുദ്ധിമുട്ട്. ഓൾറെഡി ഇതാണ്ടേ ഈ ഒരു മാല പോലെ നമുക്കിത് കഴുത്തിലിട്ട് കഴിഞ്ഞാൽ ഈ ഒരു മൈക്രോഫോൺ നമുക്കിത് ഇവിടെ ആയിട്ടിങ്ങനെ വേണ്ടേ ഈ ഒരു മാഗ്നറ്റിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ കിടക്കണം സംഭവം. മറ്റേ മാഗ്നറ്റ് താഴെ പോയി അതിഞ്ഞെടുക്കട്ടെ. അപ്പോൾ ഇതിങ്ങനെ മാല പോലെയും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ 2 മാല വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ചാർജിങ് കേബിൾ വരുന്നുണ്ട്. പിന്നെ ഇത് ക്ലിപ്പോണാണ്. ജസ്റ്റ് ഇതിനകത്തും മാഗ്നറ്റാണ് വരുന്നത്. ജസ്റ്റ് ക്ലിപ്പോണാണ് സാധനം. 2 എണ്ണം വരുന്നുണ്ട്. 2 മൈക്രോഫോൺ വരുന്നുണ്ട്. ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ ക്രിയേറ്റേഴ്സും ഈ ഒരു മൈക്രോഫോണാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഈ ഒരു മാഗ്നറ്റ് വരുന്നത് കൊണ്ട് തന്നെ ഇത് മാഗ്നറ്റ് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു ക്ലിപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും.
പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് എന്താ ഉള്ളത്, ഡെഡ് ക്യാറ്റ്സ് വരുന്നുണ്ട്. ഡെഡ് ക്യാറ്റ്സ് അയ്യോ അടച്ചെടുത്ത ഡെഡ് ക്യാറ്റ്സ് വേണ്ടേ, ഡെഡ് ക്യാറ്റ്സ് വരുന്നുണ്ട്. നമുക്ക് വിൻഡിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. വിൻഡിനെ കൺട്രോൾ ചെയ്യല്ല, വിൻഡ് നമുക്ക് ഭയങ്കര സൗണ്ട് നോയ്സൊക്കെ വരുമല്ലോ. അപ്പം ഇതിനകത്തോട്ട് നമ്മൾ ഇതുപോലെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് കവറാവും. അത് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി, പക്ഷേ ഫുള്ളായിട്ട് കവറാവുന്നുണ്ട്. നമുക്ക് വിൻഡിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഭയങ്കര നോയ്സും കാര്യങ്ങളും ഭയങ്കര കാറ്റൊക്കെ ഉള്ള സമയത്ത് ഇതെടുത്ത് നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്താൽ മതി, ഒന്നും അറിയത്തില്ല. നല്ല ക്വാളിറ്റിയാണ്. ജസ്റ്റ് ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ എനേബിൾ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ബ്ലൂ ആണ്, ഇനി ഒരു ക്ലിക്ക് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നോയ്സ് ക്യാൻസലേഷൻ എനേബിളായി. ഗ്രീൻ ആകുമ്പോഴത്തേക്ക് നോയ്സ് ക്യാൻസലേഷൻ എനേബിൾ ആവും. പിന്നെ പിന്നെ ഇതിൻ്റെ അകത്ത് എന്തുവാ, പിന്നെ ഇതിനകത്തായിട്ട് വേറെ സാധനമൊന്നും വരുന്നില്ല, ഫുള്ള് തീർന്നു. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 15,000 ആണ്. അതായത് 15,000 രൂപ. 15,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്തായാലും ബെസ്റ്റ് മൈക്രോഫോൺ ആയിരിക്കും. അടിപൊളി ക്വാളിറ്റിയാണ്. ഞാനിത് തന്നെ യൂസ് ചെയ്യാറുള്ളത്. എൻ്റെ DJയുടെ മൈക്ക് ഇരിപ്പുണ്ട്, ഇതിൻ്റെ തന്നെ പിന്നെ ഒരെണ്ണം കൂടി ഇരിപ്പുണ്ട്, ലാർക്ക് M2ൻ്റെ തന്നെ. സംഭവം അടിപൊളി ഒരു മൈക്രോഫോണാണ്. പിന്നെ ഇത് പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടാവല്ലോ, ബട്ടൺ സൈസ് ഓൾറെഡി പറഞ്ഞു, 48K ഹെർട്സ് 24 ബിറ്റ്. അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. യൂണിവേഴ്സൽ കോമ്പാറ്റിബിലിറ്റി എന്ന് പറയുമ്പം നമുക്ക് ക്യാമറയിൽ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇത് മൊബൈൽ ഫോണിൽ, ആൻഡ്രോയിഡിൽ, ഐഫോണിലും നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അഡ്വാൻസ് ENC, എൻവയോൺമെൻറ്റൽ നോയ്സ് ക്യാൻസലേഷൻ. ഞാൻ പറഞ്ഞില്ല, നോയ്സ് ക്യാൻസലേഷൻ. നമുക്ക് അടിപൊളി നോയ്സ് ക്യാൻസലേഷനാണ്. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മൈക്രോഫോൺ എന്നാണ് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം വരുന്നുണ്ടെന്നും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. ലോങ് ബാറ്ററി ലൈഫ് 40 hours വരുന്നുണ്ട്. അപ്പം നമുക്ക് ഒരുപാട് നേരം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നു 40 hours ഈ ഒരു ഇതിലാണെന്ന് തോന്നുന്നു, ചാർജിങ് കേസിലാണെന്ന് തോന്നുന്നു. ബാക്കി അത്യാവശ്യം നിൽക്കുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ഇതിനകത്തോട്ട് നമ്മളിങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ആവും. ഞാൻ ഒരെണ്ണം യൂസ് ചെയ്യുന്നുള്ളതുകൊണ്ട് ഞാൻ ഇതൊന്നും റിമൂവ് ചെയ്തിട്ടില്ല. സംഭവം ഇതിനു മുമ്പേ ഒരെണ്ണം കൂടി എൻ്റെ കയ്യിലിരിപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ഇത് അധികമായിട്ട് യൂസ് ചെയ്യാനൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്കിത് ആമസോണിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആമസോണിൽ കയറി കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഹോളി ലാൻഡിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.